ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റീചാർജബിൾ ഇലക്ട്രോണിക്സ് ലൈറ്ററാണ് ഉണ്ടാക്കുന്നത്. വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷൻ എന്നാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൈപ്പും, അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ ഒരു എൻഡ് ക്യാപ്പും, അതുപോലെ തന്നെ നിക്രോം വയറും, പിന്നെ നമുക്ക് ഈ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത മൾട്ടിവുഡിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു ലിപ്പോ ബാറ്ററിയും, അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണത്. അതുപോലെ ഈ 1 ഇഞ്ചിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ തുളച്ചെടുക്കുകയാണ്. അതുപോലെ എന്താ വെച്ചാൽ ഈ ഒരു USB നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് മൈക്രോ USB ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ആണ്. അതുപോലെ തന്നെ മൈക്രോ സ്വിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വിധത്തിൽ ഈ ഒരു പൈപ്പിൻ്റെ ഇവിടെ നമ്മൾ ഒരു സോൾഡറിങ് ഐറൺ വെച്ചിട്ട് തുളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻഡ് ക്യാപ്പ് തുളച്ച് നമ്മുടെ ആ ഒരു ബോർഡ് അവിടെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ബോർഡിൻ്റെ 2 LED ലൈറ്റുകളുണ്ട്. ആ ഒരു ലൈറ്റ് ഒന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡും അല്ലാത്ത സമയത്ത് ബ്ലൂ ആണ് ഉണ്ടാവുക. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ആ 2 ലൈറ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എൻഡ് ക്യാപ്പിന് 2 സൈഡിൽ 2 ഹോൾ ഇട്ടാണ് നമ്മൾ ചാർജ് ആയി കഴിഞ്ഞാൽ റെഡും ബ്ലൂവും കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ലിപ്പോ ബാറ്ററിയുടെ പിന്നെ വയർ നമ്മുടെ ചെറുതാണ്, അതൊന്ന് നീളം കൂട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവിനായിട്ട് വെള്ള ഒരു വയറും പോസിറ്റീവായിട്ട് റെഡ് വയറും നമ്മൾ അതിൽ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററീൻ്റെ മുകളിൽ നിന്ന് വെള്ളയും ഒരു റെഡ് വയർ എടുക്കണം. അതുപോലെ തന്നെ ഒരു വയർ കുറച്ചുകൂടി നീളം കൂടിയ ഒരു റെഡും ഒരു വൈറ്റും എടുക്കണം. അതിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന അതേമാതിരി തന്നെ വെള്ളയിൽ അതുപോലെ തന്നെ സോൾഡർ ചെയ്യുക. അതേപോലെ ചുവപ്പിലും സോൾഡർ ചെയ്തെടുക്കുക. അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററി ബാക്ക് ഭാഗത്താണ് വരുന്നത്. ആ ബാറ്ററി ഭാഗത്ത് നിന്ന് മുന്നോട്ട്, അതായത് നമ്മുടെ ഈ പൈപ്പിൻ്റെ 15 സെൻറ്റിമീറ്റർ എടുത്ത പൈപ്പിൻ്റെ എൻഡ് വരെ എത്തണം. അത് കുറച്ച് ലൂസും വേണം. ആ വിധത്തിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അത് ആ 2 വയർ നമ്മൾ ഈ ഒരു ചാർജ് മൊഡ്യൂളിൻ്റെ ഔട്ടിൽ, അതായത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ഔട്ടിൽ നമ്മൾ പോസിറ്റീവിൽ റെഡും അതേപോലെ തന്നെ നെഗറ്റീവിൽ വെള്ളയാണ് കണക്ട് ചെയ്യുന്നത്. ആ സോൾഡർ എടുത്ത് ആ 2 വയർ നമ്മുടെ ഈ PVC പൈപ്പിൻ്റെ എൻഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിലെ റെഡ് വയർ നമ്മൾ ആ സ്വിച്ചിന് വേണ്ടി കട്ട് ചെയ്ത ആ ഹോളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഒരു കോപ്പർ കൊളുത്തി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വയറായി കണക്ട് ചെയ്ത നമ്മുടെ ആ ചാർജ് മൊഡ്യൂൾ നമ്മുടെ 1 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡ് ക്യാപ്പ് നമ്മൾ തുളച്ചെടുത്ത് അതിലേക്ക് വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന പോർട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇളകി പോകാതിരിക്കും.
അതുപോലെ തന്നെ ഈ ബാറ്ററി നമ്മുടെ ഈ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ 1 ഇഞ്ച് എൻഡ് ക്യാപ്പ് അടച്ചെടുക്കുകയാണ്. എന്നിട്ട് അടച്ചിട്ട് നമ്മൾ അതിന് ചുറ്റും നമ്മൾ പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൾട്ടിവുഡിൻ്റെ ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം നമ്മൾ 2 കോപ്പർ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പർ ഇതുണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഹോൾ ഇട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളയും റെഡും വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടില്ല, ഒരു റെഡ് വയർ നമ്മൾ സ്വിച്ചിന് വേണ്ടി വലിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് ഒരു മൈക്രോ സ്വിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ആ മൈക്രോ സ്വിച്ചിൻ്റെ 2 എൻഡിലേക്ക് ഈ 2 വയർ കണക്ട് ചെയ്യുക. കട്ട് ചെയ്തതിൻ്റെ ഒരു തല മൈക്രോ സ്വിച്ചിൻ്റെ ഒരു കണക്ടറിലേക്കും മറ്റേ കണക്ടറിലേക്കും കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹോളിലേക്ക് നമ്മൾ ആ ഒരു കണക്ടർ നമ്മൾ സ്വിച്ച് നമ്മൾ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഫോം, അതായത് മൾട്ടിവുഡിൻ്റെ ആ റൗണ്ട് വെച്ച് അതിലേക്ക് കോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കോപ്പർ കണക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇവിടുന്ന് വന്ന 2 വയർ, അതായത് ഒന്ന് നേരിട്ട് ബാറ്ററിയിൽ നിന്ന വെള്ള വയറും, അതായത് ഒന്ന് നമ്മൾ സ്വിച്ച് വഴി കണക്ട് ചെയ്ത റെഡ് വയറും നമ്മൾ ഈ കമ്പിയിലേക്ക് സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കമ്പി സോൾഡർ ചെയ്തതിന് ശേഷം ഈ ഫോമിൽ നല്ലവണ്ണം ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സോൾഡർ ചെയ്ത അതും പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതിൽ ആ 2 കോപ്പർ വയറിലേക്ക് നമ്മൾ കൈ കൊണ്ട് ടച്ച് ആവുന്ന ഭാഗം നമ്മൾ തൊടാതെ ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ തീയൊന്നും പിടിക്കാതെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ടൈപ്പ് സ്ലീവാണ് ഉപയോഗിക്കുന്നത്. 2 കമ്പിയിലും സ്ലീവ് ഉപയോഗിക്കുന്നുണ്ട്. സ്ലീവും കമ്പിയും നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലവണ്ണം ടൈറ്റാക്കി എടുക്കുകയാണ്, കാരണം അത് ഇളകി പോയിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കമ്പിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കണക്ടർ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫാനിൻ്റെ ഒരു കണക്ടറാണ് എടുത്തത്. അതിൽ നിന്ന് കോപ്പറിൻ്റെ ആ കണക്ടർ നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നിക്രോം വയറാണ് ഇതിന് ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി നിക്രോം വയർ നമ്മളുടെ ബെഡ്സിൻ്റെ ഇതിൽ നമ്മൾ ചുറ്റിയെടുക്കണം. ആവശ്യത്തിന് വേണ്ടി റിങ് പോലെ ആക്കി എടുക്കുകയാണ്, സ്പ്രിങ് പോലെ. അത് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത ഒരു ഫാനിൻ്റെ ഇതിൽ നിന്ന് കണക്ടറിലേക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ 2 ഭാഗവും 2 എൻഡും അതിലേക്ക് 2 കണക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ കണക്ടർ നമ്മുടെ ഈ 2 കോപ്പറിൻ്റെ 2 എൻഡിലേക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ നമ്മളെ സർക്യൂട്ടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. നമുക്ക് ഇനി ആ ഒരു ബാറ്ററി ചാർജ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതും ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറായിരിക്കും ഉണ്ടായിരിക്കുക LED. അത് പിന്നെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബ്ലൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് മനസ്സിലാക്കാം. ഇത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ PVC, അതേ 15 സെൻറ്റിമീറ്റർ അതേ PVC അതേമാതിരി തന്നെ ആ ഫോമിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നിക്രോം വയർ ചൂടാവുകയും അപ്പോൾ ആ ഒരു പേപ്പർ എങ്ങാനും വെക്കുന്ന സമയത്ത് നമുക്ക് കത്തുന്നതായി കാണാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പേപ്പർ ആണെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കത്തിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത് കാണാം. ഓക്കെ, ബൈ.